അല്ല, എനിക്ക് രണ്ട് മറുപടി പറയാനുണ്ട്. ഒന്ന്, അമേഠിയിൽ നിന്ന് രാഹുൽ ഗാന്ധി എന്തോ പേടിച്ചു ഓടുകയാണെന്നുള്ള തരത്തിലൊക്കെ സ്മൃതി ഇറാനി പറഞ്ഞു, ശ്രീ ഗോപാലകൃഷ്ണൻ അതൊക്കെ ഇവിടെ കോട്ട് ചെയ്ത് പറയുണ്ടായി. രാജ്യത്തെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ടഫസ്റ്റ് ആയിട്ട് ഇലക്ഷനായിരുന്നു 2014. ആ 2014 1 ലക്ഷത്തിലധികം വോട്ടിനാണ് അമേഠിയിൽ ജയിച്ചത്. 19,000 വോട്ട് BSP കാൻഡിഡേറ്റ് നിന്ന് പിടിച്ചു. 10-25,000-ലധികം വോട്ട് ആം ആദ്മി പാർട്ടിയുടെ കാൻഡിഡേറ്റും പിടിച്ചിട്ടാണ് അന്ന് ഏറ്റവും അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യം BJPക്ക് ഉണ്ടായിട്ടും അവിടെ 1 ലക്ഷത്തിലധികം വോട്ടിന് ജയിച്ചത്. ഇപ്പോൾ ഞങ്ങൾക്കെതിരെ ഒരു ആൻറ്റി ഇൻകംബൻസി ഇല്ല. സ്റ്റേറ്റിലും അതുപോലെ തന്നെ രാജ്യത്തും അവിടെ ഭരിക്കുന്നത് ഞങ്ങളല്ല. ഈ രാജ്യത്ത് നിലനിൽക്കുന്ന ഒരു നെഗറ്റീവ് സാഹചര്യങ്ങളിലെ ഉത്തരവാദിത്തം ഞങ്ങളുടെ മേലെ അടിച്ചേൽപ്പിക്കപ്പെടുന്നില്ല. ഞങ്ങളുടെ പൊളിറ്റിക്കൽ സിറ്റുവേഷൻ ഏറ്റവും ബെറ്റർ ആണ് എന്നുള്ളത് യോഗി ആദിത്യനാഥ് രാജിവെച്ച സ്വന്തം ലോക്സഭാ സീറ്റിൽ തന്നെ വലിയ ഭൂരിപക്ഷത്തോടെ അവിടെ BJP വിരുദ്ധ കക്ഷികൾ ജയിക്കുന്ന ചിത്രത്തിലൂടെ തെളിഞ്ഞതാണ് ഒന്നാമത്തെ കാര്യം. അപ്പം ആരെയും പേടിച്ചോടേണ്ട ആളുകളോ പേടിച്ചോടുന്ന ആളുകളോ അല്ല കോൺഗ്രസിൻ്റെ നേതാക്കന്മാരും അല്ല. ഞാൻ ഒരു കാര്യം ബഹുമാനപ്പെട്ട വേണു ഉൾപ്പെടെയുള്ള ആളുകൾ മനസ്സിലാക്കേണ്ടത്, രാഹുൽ ഗാന്ധി മത്സരിക്കുന്ന രണ്ടാമത്തെ ഒരൊറ്റ സീറ്റിൻ്റെ പേരിൽ മാത്രമാണ് രാഹുൽ ഗാന്ധിയുടെ പൊളിറ്റിക്കൽ നെറേറ്റീവ് ഫിക്സ് ചെയ്യുന്നത് എന്നുള്ള തെറ്റിദ്ധാരണ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നവരും കേൾക്കുന്നവരുമായിട്ടുള്ള ആർക്കും വേണ്ട. മധ്യപ്രദേശിലും രാജസ്ഥാനിലും ഛത്തീസ്ഗഡിലും ഒക്കെ BJPക്കെതിരായിട്ടുള്ള യുദ്ധം നയിച്ചത് രാഹുൽ ഗാന്ധി തനിച്ച് തന്നെയാണ്. ആ യുദ്ധമാണ് കോൺഗ്രസ് ജയിച്ചതും. ആ ജയിച്ച യുദ്ധത്തിൻ്റെ പേരിൽ തന്നെയാണ് വീണ്ടും രാജ്യത്ത് ഒരു മതേതര ഗവൺമെൻറ് അധികാരത്തിൽ തിരിച്ചു വരുമെന്നുള്ള പ്രതീക്ഷ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന എനിക്കും നയിക്കുന്ന നിങ്ങൾക്കും കേൾക്കുന്ന ആളുകൾക്കൊക്കെ തോന്നാനായിട്ട് തുടങ്ങിയത്. ബഹുമാനപ്പെട്ട ആനത്തലവട്ട ആനന്ദൻ ചോദിച്ചു, അദ്ദേഹം 2 ചോദ്യം ചോദിച്ചു. ഒന്ന്, ഞങ്ങൾ ഇതേവരെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയെ ഉയർത്തി കാണിച്ചിട്ടുണ്ടോ എന്നുള്ളത്. ആ ചോദിച്ച ചോദ്യത്തിന് അദ്ദേഹം തന്നെ ഒരു മറുപടി ആലോചിക്കുന്നതായിരിക്കും നല്ലത്. ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല. രണ്ടാമത്തെ കാര്യം, ഞങ്ങളുടെ മുഖ്യ ശത്രു ആരാണെന്ന് ചോദിക്കുന്നു. ഞങ്ങളുടെ മുഖ്യ ശത്രു ആരാണെന്നുള്ളൊരു ചോദ്യത്തിൻ്റെ ആവശ്യമുണ്ടോ? അത് BJP അല്ലാതെ മറ്റാരാണെന്നുള്ളത് ഇന്ത്യ രാജ്യത്തെ എല്ലാ ജനങ്ങൾക്കും അറിയാം. ഞങ്ങൾ ഇനി CPMനെ മുഖ്യ ശത്രുവായിട്ട് എടുത്തിട്ട് ഞങ്ങൾ എവിടെയാണ് ഫൈറ്റ് ചെയ്യുക? ബംഗാളിലെ CPMൻ്റെ അവസ്ഥ എന്താ? ത്രിപുരയിലെ CPMൻ്റെ അവസ്ഥ എന്താ? അപ്പം ഞങ്ങളുടെ മുഖ്യ ശത്രുവും ഞങ്ങളുടെ ഫോക്കസും ഒന്നും ഒരു സെക്കൻഡ് സീറ്റ് രാഹുൽ ഗാന്ധി സൗത്ത് ഇന്ത്യയിൽ ഒരിടത്ത് വന്ന് മത്സരിക്കുന്നതിൻ്റെ പേരിൽ നഷ്ടപ്പെടില്ല എന്നുള്ള ഞങ്ങൾക്കറിയാം. ഇവിടെ BJPയെ താഴെ ഇറക്കുക എന്നുള്ളത് കോൺഗ്രസ് ഇല്ലാതെ സാധിക്കുമെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല എന്ന് ബഹുമാനപ്പെട്ട ശ്രീ ആനത്തലവട്ടം പറഞ്ഞു. അരവിന്ദ് കെജ്രിവാളിന് ഡൽഹിയിൽ പിണറായി വിജയൻ കാണാൻ പോയപ്പോൾ കോൺഗ്രസ് ഇല്ലാത്തൊരു ബദലിനെ സംബന്ധിച്ച് ആലോചിക്കുന്നു എന്ന് പറഞ്ഞില്ലേ? ഇന്ന് കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞത് എന്താ? രാജ്യത്തെ എല്ലാ ജനങ്ങളും രാഷ്ട്രീയത്തിന് അതീതമായി കർഷകരുടെ വായ്പ എഴുതി തള്ളുന്നു കോൺഗ്രസ് പറഞ്ഞപ്പോൾ പാലിച്ചതുപോലെ, തൊഴിലുറപ്പ് പദ്ധതി കൊണ്ടുവരുമെന്ന് പറഞ്ഞിട്ട് കൊണ്ടുവന്നതുപോലെ, വിവരാവകാശ നിയമം കൊണ്ടുവരുമെന്ന് പറഞ്ഞിട്ട് കൊണ്ടുവന്നതുപോലെ, വിദ്യാഭ്യാസ അവകാശ നിയമം കൊണ്ടുവന്നതുപോലെ ഇന്ന് മോഡി സർക്കാർ രാജ്യത്തെ 15 ധനാഢ്യന്മാരുടെ മാക്സിമം വരുമാനം ഉറപ്പിക്കുമ്പോൾ ബാക്കി വരുന്ന കോടിക്കണക്കിന് ജനങ്ങൾക്ക് ഒരു മിനിമം വരുമാനം ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ഉറപ്പിക്കുമെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞതിനോട് ഏറ്റവും നെഗറ്റീവായി പ്രതികരിച്ചത് ആരാ? കോടിയേരി ബാലകൃഷ്ണൻ. അദ്ദേഹം പറഞ്ഞ് അതൊക്കെ പല പരിഹാസ്യമായ അവകാശവാദങ്ങളാണ്, ഇതിനു മുമ്പും കോൺഗ്രസ് പറഞ്ഞിട്ടുണ്ട്, കോൺഗ്രസ് പറഞ്ഞ് ചെയ്തിട്ടുണ്ട്. കേരളത്തിലെ CPM BJP പക്ഷമാണ്, CPMനകത്തെ BJP പക്ഷമാണ് പലപ്പോഴും കേരളത്തിലെ CPM. അവർക്ക് ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ നെറേറ്റീവിനെ സംബന്ധിച്ചും രാഹുൽ ഗാന്ധി തന്നെ ഈ പോരാട്ടം വേറെ എവിടെയെങ്കിലും പോയി നയിക്കണമെന്നൊക്കെ പറയുന്നതിന് കാരണം ഇനി ഇവിടെ എങ്ങാനും വന്ന് മത്സരിച്ചാൽ ചിഹ്നം നിലനിർത്താനുള്ള പോരാട്ടത്തിൽ താഴെ പോകുന്നുള്ള പേടിയില്ല. ഞങ്ങൾ കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി ഇൻഡിവിജ്വൽ യൂണിറ്റ് എന്ന നിലക്ക് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി CPMുമായിട്ട് നടത്തുന്നത് ഒരു സൗഹൃദ മത്സരമല്ല. 19-24 വയസ്സുള്ള ഞങ്ങളുടെ ചെറുപ്പക്കാരെ കൊന്നു തള്ളുന്ന ഫാസിസം, ഒരിടത്ത് വർഗീയ ഫാസിസം ആണെങ്കിൽ മറ്റിടത്ത് രാഷ്ട്രീയ ഫാസിസം, ഇതിനെ എതിർക്കേണ്ട ഉത്തരവാദിത്തം കേരളത്തിലെ പ്രധാനപ്പെട്ട പ്രതിപക്ഷം എന്ന നിലക്ക് KPCCക്ക് ഉണ്ട്, കേരളത്തിലെ പാർട്ടിക്കുണ്ട്. അതിനുവേണ്ടി ഞങ്ങൾക്ക് രാഹുൽ ഗാന്ധി കൊണ്ടുവരേണ്ട കാര്യമൊന്നുമില്ല. ഞങ്ങളല്ലാണ്ട് തന്നെ ആ ഫൈറ്റ് മുന്നോട്ട് വെക്കാൻ തയ്യാറാണ്. ഇപ്പൊ രാഹുൽ ഗാന്ധി ഒരു സീറ്റിൽ മത്സരിക്കുന്ന ആ സീറ്റിൽ ആരാണ് എതിരാളി എന്നുള്ളത് നോക്കിയിട്ട് മാത്രമാണോ രാഹുൽ ഗാന്ധിയുടെ പൊളിറ്റിക്കൽ നെറേറ്റീവ് ഫിക്സ് ചെയ്യുന്നത്? രാഹുൽ ഗാന്ധി എത്ര ബ്രോഡായിട്ടാണ് ഈ ഫൈറ്റിനെ രാഹുൽ ഗാന്ധി ഏറ്റെടുത്തിട്ടുള്ളത്? ഈ ഫൈറ്റിനെ കഴിഞ്ഞ 5 വർഷമായിട്ട് കൊണ്ടു നടത്തുന്ന, കോംപ്രമൈസ് ഇല്ലാതെ കൊണ്ടു നടത്തുന്ന രാജ്യത്തെ നേതാവ് രാഹുൽ ഗാന്ധി അല്ലാതെ മറ്റാരാണ്? അപ്പൊ രാഹുൽ ഗാന്ധിയുടെ ഈ നെറേറ്റീവിനെ ഒരു വയനാട് സീറ്റിലേക്ക് മാത്രം ചുരുക്കി ചർച്ച ചെയ്തിട്ട് അദ്ദേഹം ഏറ്റെടുത്തിരിക്കുന്ന വിശാലമായ ഒരു പോരാട്ടത്തിന്റെ ഗ്രേസ് ചർച്ചകളിലൂടെ കളയാമെന്ന് ആരും ധരിക്കേണ്ടതില്ല. അത് CPM എത്ര ആശങ്ക മുന്നോട്ട് വെച്ചാലും പിണറായി വിജയൻ എത്ര കമന്റ് പറഞ്ഞാലും ഞങ്ങളുടെ ഫൈറ്റ് BJPക്കെതിരായിട്ട് തന്നെയാണ്. ആ ഫൈറ്റ് കോൺഗ്രസ് തന്നെയാണ് ഏറ്റെടുത്ത് നടത്തുന്നത്. ഞങ്ങൾ അതിനകത്ത് വിജയിക്കുകയും ചെയ്യും.